കണ്ണപ്പ കണ്ണപ്പേന്റെ ടീസർ വന്നിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ അഭിനയിക്കുന്ന ഒരു അടിപൊളി പടമാണ് കണ്ണപ്പ. അതിൽ കുറേ താരങ്ങളുണ്ട്, ഒരു കൊട്ട താരങ്ങളുണ്ട് കേട്ടോ. എത്ര താരങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എണ്ണി എണ്ണി പറയാൻ പറ്റില്ല. ഒരുപാട് താരങ്ങളുണ്ട്. ശരത് കുമാർ, അക്ഷയ് കുമാർ, കാജൽ അഗർവാൾ, പ്രഭാസ്, അങ്ങനെ മികച്ച താരങ്ങളുടെ ഒരു നിര തന്നെയാണ് കണ്ണപ്പ. അപ്പൊ അതിന്റെ ടീസർ നമുക്കൊന്ന് കാണാം. ആരാന്നറിയാമോ ഇത് നരസിംഹത്തിലെ നായികയില്ല, നരസിംഹത്തിലെ നായിക ഐശ്വര്യ ഉണ്ടാ നിക്കണത്. നമുക്ക് പെട്ടെന്ന് കണ്ടപ്പോ മനസ്സിലായില്ല. കണ്ടില്ലേ ഐശ്വര്യ? ആരും പേടിക്കണ്ട. ശങ്കരസേനകൾ ഇതിനോടകം സന്നദ്ധരായി കഴിഞ്ഞിട്ടുണ്ടാവും. അവരായിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് വന്നോട്ടെ, നോക്കാം നമുക്ക്. ഇല്ലല്ലേ, ഈ ചിത്രത്തിന്റെ സംവിധാനം മുകേഷ് കുമാർ സിംഗ് ആണ് ട്ടാ. ഇതിന്റെ രചന, അതായത് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് വിഷ്ണു മഞ്ജു ആണ്. എന്താന്ന് വെച്ചാൽ ശിവന്റെ കഥയാണ്, ആദിരൂപനായിട്ടുള്ള ശിവന്റെ കഥയാണ്. അപ്പൊ അതിന്റെ ആ കഥയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനുണ്ട്. അപ്പൊ അത് കാരണം ഈ സിനിമ വളരെയേറെ പ്രതീക്ഷ വെക്കുന്ന ഒരു ചിത്രം തന്നെയാണ് കണ്ണപ്പ. ബാക്കി നമുക്ക് കാണാം. എന്റെ വാക്ക, ഇന്നെന്റെ വാക്ക്. ആപത്ത് വരുമ്പോ എല്ലാം വീരന്മാരുടെ തല ആവശ്യപ്പെടുന്ന ഈ കല്ല് ദൈവമല്ല. ശിവനായാണ് ലാലേട്ടന്റെ ലുക്ക് കണ്ട അടിപൊളിയല്ല. ലാലേട്ടൻ ഇതിൽ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേര് കിരാത എന്നാണ്. കിരാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടാളൻ എന്നാണ് ആ പേരിന്റെ അർത്ഥം വരുന്നത്. പക്ഷെ കിരാത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശിവഭഗവാന്റെ മറ്റൊരു രൂപമായിട്ട് വരുന്നൊരു ഇതാണത്, ആ വേഷം. അപ്പൊ ചിലപ്പോൾ കഥയിൽ എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്തായാലും ലാലേട്ടൻ ഇതിലൊരു പൊളിച്ചടക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം ലാലേട്ടന്റെ ഒരു കത്തി നിൽക്കുന്ന ഒരു കാലമാണ് അത്. എമ്പുരാൻ ഇറങ്ങാൻ പോകുന്നു, അതിന്റെ മുമ്പായിട്ട് തന്നെ ഇതേ ഉണ്ടാവും. കണ്ണപ്പയുടെ ടീസർ വന്നിരിക്കുന്നു. അടിപൊളിയല്ലേ? കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് നടക്കട്ടെ. ആ നിരീശ്വരവാദി അങ്ങയുടെ ഭക്തനാകുന്നു. ബാസിന്റെ ആ നോട്ടം തന്നെ ഉണ്ട്, അടിപൊളിയല്ലേ? ലുക്കല്ലേ? പുള്ളി രുദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രത്തിനെ ഇതിൽ ചെയ്യണത്. അതായത് ഇതിന്റെ പേരുകളെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, എല്ലാം ശിവന്റെ ഓരോരോ നാമധേയങ്ങളാണ്. രുദ്ര എന്നുള്ളതും കിരാത എന്നുള്ളതും. അപ്പൊ എല്ലാവർക്കും ശിവന്റെ ആ ഒരു പേരിനോടനുബന്ധിച്ച് വരുന്ന കഥകൾ ഇതിൽ പറയാനുണ്ട്, കണ്ണപ്പയിൽ പറയാനുണ്ട്, നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും അടിപൊളി ഒരു ചിത്രമായി മാറട്ടെ നമുക്ക് ആശംസിക്കുകയാണ്. കാരണം ഒരുപാട് താരങ്ങളുണ്ട്, എന്തോരം താരങ്ങൾ. അക്ഷയ് കുമാർ, കാജൽ അഗർവാൾ, അതുപോലെ അക്ഷയ് കുമാർ ശിവന്റെ റോളാണ് ചെയ്യുന്നത്. പാർവതി ആയിട്ടാണ് കാജൽ അഗർവാൾ. അപ്പൊ എന്തായാലും ഒരു അടിപൊളി ചിത്രമായിട്ട് മാറട്ടെ. ഈ ചിത്രത്തിൽ മ്യൂസിക് ഒരുക്കിയിരിക്കുന്ന ആരാന്നറിയാമോ? സ്റ്റീഫൻ ദേവസിയാണ്. അതും ഒരു കേരളത്തിന്റെ പൊന്മുത്തായിട്ടുള്ള ഒരു താരം തന്നെയാണ്. അപ്പൊ അടിപൊളിയായി മാറട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. കാരണം ശിവഭഗവാന്റെ കഥ പറയുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. കാരണം ഓംകാരമൂർത്തിയാണ് ശിവഭഗവാൻ. അപ്പൊ അദ്ദേഹത്തിന്റെ കഥകൾ പറയുമ്പോൾ തന്നെ നമുക്ക് എണ്ണിയാൽ തീരാത്ത അത്ര കഥകളുണ്ട്. അപ്പൊ ആ കഥകളെ കൃത്യമായ രീതിയിൽ സംയോജിപ്പിച്ച് ഒരു ചിത്രമാക്കി മാറ്റാനായിട്ട് മുകേഷ് കുമാർ സിംഗ് വളരെയേറെ പ്രയത്നിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ആദിപുരുഷ് പോലെ ആവരുത് കേട്ടോ. അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ല. നമുക്ക് അതിൽ നിന്ന് ഊഹിക്കാലോ, കാര്യങ്ങൾ അന്ന് പണി പാളിപ്പോവും. എന്തായാലും അടിപൊളിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. കണ്ടപ്പോൾ വൻ വിജയം നേടട്ടെ. ഓക്കെ.